ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് അധികമൊന്നും സംസാരിക്കുന്ന ശീലം അച്ഛനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മാളച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആ മുഖത്ത് വിടർന്നിരുന്ന ഒരു തെളിച്ചം, സ്നേഹത്തിൻ്റെ ഒരു വെളിച്ചം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇളയ സഹോദരനോടെന്ന പോലെയുള്ള വാത്സല്യം നിറഞ്ഞൊരു സ്നേഹം അച്ഛനും മാളച്ചേട്ടനോടുണ്ടായിരുന്നു. മാളച്ചേട്ടൻ്റെ അഭിനയത്തിൻ്റെ രീതിയോടും ഒക്കെ വളരെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ അച്ഛനുണ്ടായിരുന്നു. ശുദ്ധമായ ഹാസ്യം എന്ന് പറഞ്ഞാൽ ഹാസ്യത്തിൽ പൊതുവെ ഒരു കുത്തിനോവിക്കൽ എവിടെയോ ഉണ്ട് എന്നൊരു ധാരണ പരത്തും വിധമുള്ള ഹാസ്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ശുദ്ധമായ ഹാസ്യം, ഭയങ്കരമായ ഒരു ഒരു നന്മയുടെ ഹാസ്യം, നന്മയുള്ള ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഹാസ്യം, ഇതൊക്കെയാണ് മാളച്ചേട്ടൻ്റെ അഭിനയത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഭരത് ഗോപിയുടെ മകൻ ഭരത് ഗോപിക്ക് താങ്കളെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കും. ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് പോരുമ്പോൾ അരവിന്ദൻ വിളിക്കാം, മാളെന്ന് വിളിക്കില്ല. അരവിന്ദൻ പോവല്ലേ? ഞാൻ പോട്ടെ ഏട്ടാ, നേരം കുറവായി, വയ്യ, പോകണം, തളർന്നു. പോയിട്ട് എന്നാ കാണുക? ഞാൻ വരാം ഏട്ടാ, വരാം. അതുള്ളേ എപ്പോൾ വരും? അപ്പോൾ കരയായിരിക്കും ഈ കണ്ണുകൊണ്ട്. ഈ സൈഡിൽ നോക്കിയാൽ കണ്ണിങ്ങനെ നിറഞ്ഞു പോകും. അതിന് മറ പിടിച്ചിരിക്കുന്ന മൂക്കിൽ വരടുക. അങ്ങനത്തെ ഒരാളായിരുന്നു. ഞാൻ പോരുമ്പോൾ മാത്രം കരയുന്ന ഒരാൾ. എനിക്കോ അതിലും വലുത്താണ്. മിസ്റ്റർ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യയിലെ നല്ല നടന്മാരിൽ നമ്പർ 1 പറഞ്ഞിട്ടുണ്ടല്ലോ അഭിനയത്തിൻ്റെ സ്റ്റൈൽ. എന്താ ഉള്ള ഭംഗി കാണാൻ, കഷ്ണിത്തലയും ഒരു വല്ലാത്ത മോഹമൊക്കെ അല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി. എനിക്കറിയില്ലത്. ഞാൻ എന്ത് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ആർത്തട്ടഹസിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ഞാൻ വെറുതെ അനങ്ങിയാൽ മതി, അപ്പം ചിരിക്കും. അങ്ങനെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ സിദ്ദിഖ്, നടൻ സിദ്ദിഖ്. ഞാൻ മുന്നേ ചിരിക്കും, എൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ ചിരിക്കും. വെറുതെ ചുമ്മാ അങ്ങനെ നോക്കിയാൽ മതി, അപ്പം ചിരിക്കും. ഞാൻ അടിച്ചാൽ മതി. എനിക്കതിനെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും. എപ്പോഴും കാണിക്കില്ല, അവനെ എന്നെ കാണിക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറയും. ഈ പഴുക്കടക്ക വീണതൊക്കെ അടയ്ക്കാൻ മരത്തിൽ അടയ്ക്കാൻ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിടങ്കിൽ ഒരു അടയ്ക്ക വന്ന് കറക്റ്റ് ഇതിൽ വീഴും. അപ്പോൾ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ എങ്ങനെ ചേട്ടാന്ന് പറയും. ഇങ്ങനെ കാണിച്ച് ഞാൻ വെറുതെ ഒരു ആവശ്യമില്ല, വെറുതെ ഗോഷ്ടി. അവൻ വെറുതെ അങ്ങനെ ചിരിക്കും. അങ്ങനെ ഒരാൾക്കുണ്ട്, രാജംബിദേവ്. കണ്ടാ ഭയങ്കര പരിക്കൻ, എന്നാലും അയ്യോ സാധുവായിരുന്നു. അപ്പം മനസ്സ് പഞ്ഞക്കെട്ടായിരുന്നല്ലോ. പിന്നെ അപ്പം അങ്ങനെ ഗോപിച്ചേട്ടൻ, അതേ രസം. ഗോപിച്ചേട്ടൻ താമസിക്കുന്ന റൂമിൽ ഞാൻ അതും കൂടി വേറെ ദേശം എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞങ്ങളൊരു റൂമിൽ രണ്ടുപേരും AC റൂമിൽ. ഇപ്പോഴത്തെ മറ്റേ ഭരത് ഗോപിച്ചേട്ടൻ അതുള്ള നമുക്കൊരു കാര്യം ചെയ്യണം, ഇങ്ങോട്ട് വന്നേ നീ എന്ന് വിളിച്ചിട്ട് നിങ്ങളെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരാം, വൈകുന്നേരം ഇവിടെ കിടക്കാമെന്ന്. അങ്ങനെ 3 ആളും കൂടി ഒരു റൂമിൽ കിടക്കുക, മറ്റേ റൂം കാലിയായി കിടക്കുക. അങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് തമാശ പറയാൻ വേണ്ടിയിട്ടാണ്. ഗോപിച്ചേട്ടൻ പോയി. അയ്യോ നഷ്ടം, എല്ലാവർക്കും ഇല്ല, എനിക്ക് നഷ്ടമാണ്. കരഞ്ഞോ? പിന്നെ ഇപ്പം കരയും ഞാൻ. അയ്യോ കരയാണ്ടിരിക്കാൻ പറ്റില്ല. കരയാത്ത മനുഷ്യനാണോ ശരിക്കും? കരയണ്ടേ? എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീർപ്പ് മുട്ടിച്ചാവുന്നതിലും കരഞ്ഞു തീർക്കുക. കരഞ്ഞു തീർത്തോ? തീർത്തിട്ടില്ല, ഇതുവരെ തീർത്തിട്ടില്ല. മരിക്കുന്നവരെയും കരയും ഞാൻ, മരിക്കുന്നവരെ. അങ്ങനെ താങ്കൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് വെള്ളിത്തിരയിൽ നിന്നല്ല, ജീവിതത്തിൻ്റെ തിരയിൽ നിന്ന് പോയി. അനിയൻ നമ്പർ 1. അമ്മയച്ഛനും മരിച്ചിരുന്നല്ലേ സങ്കടം. സഹോദരൻ രാമനാഥൻ, അതാണ് ഏറ്റവും വലിയ ദണ്ണം എൻ്റെ ജീവിതത്തിൽ. ആ കരച്ചിൽ ഇപ്പോഴും പോയിട്ടില്ല? ഒരിക്കലും പോവില്ല. 10-15 വർഷമായി. ഇന്നിപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അതുള്ള ഞാൻ കൂടി. അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം അയാൾ ഭയങ്കര ഒരു സാധനമായിരുന്നല്ലോ. സിനിമയിലോ അല്ല നാടകത്തിലൊന്നും വന്നില്ല, സ്കൂൾ നാടകത്തിലൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അതിനൊരു കോമഡി ഇൻസ്റ്റൻ്റായിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. കണ്ണു തുടച്ചോ? ഇൻസ്റ്റൻ്റായിട്ട് മറുപടി പറയുന്ന ഒരാളായിരുന്നു രാമനാഥൻ.
അപ്പോൾ അയാൾ വെണ്ടറായിട്ടിരുന്നു. വെണ്ടർ, ഈ സ്റ്റാമ്പ് പേപ്പർ മുദ്രപത്രമൊക്കെ വിൽക്കുന്ന ഒരാൾ. വേറെ ഹാർട്ടിന് സൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കടയിട്ട് കൊടുത്തോടെ 19,000 രൂപ ചിലവാക്കിയിട്ട് മുദ്രപത്രവും ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഒരു പൊക്കത്ത് ഒരു കടയിലാണ് ഒരു ജോസഫേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളുടെ ഒരു വീട് ആധാരം എഴുതുന്ന കടയുടെ തൊട്ടപ്പുറത്തെ കടയിൽ. അപ്പോൾ ഒരുത്ത അവിടെ നിന്നൊരു ഗോൾഡ് സ്മിത്ത്, ദേഹം നിറച്ച് പാണ്ടാണ്. പാണ്ട് വന്നപ്പോൾ പറഞ്ഞു ഇയാളെ കളിയാക്കാൻ വേണ്ടി എന്താ 5-ാം നമ്പർ വെണ്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇവൻ നല്ലത് തന്നെ പഞ്ചപാണ്ഡവർ എന്ന്. ആ ജാതി സാധനമായിരുന്നു. നർമ്മദാരത്തിൽ രാമനാഥനായിരുന്നു കൂടുതലല്ലേ? ആ തീർച്ചയായിട്ടും സംശയമില്ല. അവൻ്റെ അടുത്ത് നിന്നാണ് വൈദ്യുതി, ഈ നർമ്മത്തിൻ്റെ വൈദ്യുതി വലിച്ചെടുത്തത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. അവനുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡബിൾ 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 കോമഡി വർക്കൗട്ട് ചെയ്തതിന്. ഇവരൊക്കെ പോയ ശേഷം മാളച്ചേട്ടൻ അല്പം തളർന്നു അല്ലേ? സ്വല്പം. യഥാർത്ഥത്തിൽ ഈ കാലിൻ്റെ വേദനയൊക്കെ മനസ്സിൻ്റെ വേദന. കാല് തീർച്ചയായിട്ടും കാല് പിന്നെ ഈ നെർവ് സിസ്റ്റത്തിനൊക്കെ ഇതൊക്കെ മനസ്സിൻ്റെ തളർച്ചയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഓടും. ഞാൻ ഇപ്പോൾ ഒരു പടം കിട്ടിയപ്പോൾ ഓടും. പാട്ടക്കുതിര പോലെ ഓടണം. തീർച്ചയായിട്ടും ഓടും ഞാൻ. ഞാൻ ഈ പടം ഇപ്പോൾ ചെയ്തു.